ഞങ്ങൾ പാലോലിം ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഒരു പ്രോപ്പർട്ടിയുടെ ഇടയിലൂടെയുള്ള വഴി കൂടെ വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. അച്ചു ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ഒരു ടേബിളിൽ ഇരുന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ലൈറ്റായിട്ട് എന്തെങ്കിലും, നല്ല റേറ്റ് ഉണ്ട് ഈ സൈഡ് ആയതുകൊണ്ട്. മുടി തുറന്നുണ്ടോ? വേണ്ട. ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അവർ ബ്രൈഡിങ് ചെയ്യിക്കാനായിട്ടുള്ള ഹെയർ സ്റ്റൈലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അനഘ ഡിസൈഡ് ചെയ്യണം എന്താ വേണ്ടതെന്ന്. ഞാനും അച്ഛനും ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നേക്കണേ. അത്യാവശ്യം നല്ല കത്തിയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒരേ ഒരു പ്ലേറ്റാണ് പറഞ്ഞേക്കണേ. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാനുണ്ട്, വേണമെങ്കിൽ വാങ്ങാം. ഞങ്ങൾ ആ ബ്രൈഡ്സൊക്കെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പുറത്ത് കടൽ. ആക്ച്വലി ഞാനൊരു സീ പേഴ്സൺ അല്ല, എനിക്ക് സീ അത്ര ഇഷ്ടമല്ല, അത്രയും നല്ല എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ട്. രാത്രി ഇതവിടെ കടലാണ്, പാലോലിം ബീച്ച്. ണ്ട് ആദ്യമേ ജ്യൂസ് തന്നെ വന്നു. എൻ്റെയും അച്ചുവിൻ്റെയും ചായ വന്നു. ജിത്തുവിൻ്റെ ഹോട്ട് ചോക്ലേറ്റ് ഓൾറെഡി വന്നു. അയ്യോ പോയതെല്ലാം കൂടി म्यूट ही होता देख कौन सा खाना नहीं नहीं रिकॉर्डेड है ചിക്കൻ്റെ ആണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും കൂടെ ഒന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിശന്നാ ഇനിയും കഴിക്കും. ഞാൻ ലക്കാവിനെ ഫ്രൈ ചെയ്ത് വെക്കാൻ പോവാണ്. കുഴപ്പമില്ല. ഞങ്ങൾ ഓർഡർ ചെയ്ത് ചിക്കൻ ലസാഗ്നയാണ്. എന്താ ഇത് നന്നായിട്ടോ? ജിത്തു ലാസ്റ്റ് നന്നായിട്ടില്ല പറയുന്നത്. അച്ചു കൊള്ളാം കൊള്ളാം. ഓക്കെ, 240 രൂപയായി. കുഴപ്പമില്ല. ഒരു മിനിറ്റ് കോൾ अरे देखो देख रहे हैं आपको റൊമാൻറ്റിക് ആയിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചു ചേട്ടാ, നൈസ്. കടല്. അയ്യോ ഹായ് ഗൈസ്. കുട്ടി നിന്നെ കാണില്ല. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട് കമന്റ് ചെയ്യൂ. ഇതാണ് എൻ്റെ അനിയത്തി, അവർക്കറിയാം.
ഹായ് കറക്റ്റില്ലേ? സോ ഇതാണ് പാലോലിം ബീച്ചിൻ്റെ എൻട്രൻസ്. പക്ഷെ ഞങ്ങൾ ഈ വഴിയൊന്നുമല്ല വന്നത്. ഇതാണ് സ്മോൾ ടീ. നിങ്ങൾ വിചാരിക്കുന്നത് വളരെ വലുതാണ്, പക്ഷെ ആകെ ഇത്രയേ ഉള്ളൂ. പക്ഷെ കാണുമ്പോൾ വലുതാണ്. ആ അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ച് കാണിച്ചു. അതാ ഇത്രയേ ഉള്ളൂ. സ്മോൾ വാങ്ങിച്ചത് ഐസ് ടീ ആണ്. എങ്ങനെയുണ്ട്? ഞങ്ങൾ രണ്ടാമത് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. കുറേ നേരം അലഞ്ഞു തിരിഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ നോക്കി പർച്ചേസ് ചെയ്ത് കുറച്ചൊക്കെ. പിന്നെ വില പേശുമ്പോഴൊന്നും അത്രയ്ക്ക് ഞങ്ങളുടെ ഏൽക്കണില്ല. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഞാനൊരു ചീസ് ഓംലെറ്റ് ഓർഡർ ചെയ്തു. അതിൻ്റെ പകുതി ഇവന്മാർക്ക് കൊടുത്തു. പകുതിയിലൊരു 60 to 70% കൊടുത്തു. അവർക്ക് നൂഡിൽസ് വളരെ കുറവാണ്. ഈ കുട്ടി ഒന്നും ചെയ്യുന്നില്ല. കുട്ടി ഉറങ്ങുകയാണ് ഇരുന്നിട്ട്. കുട്ടിക്കൊന്നും വേണ്ട അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ടടാ ജിത്തു? അനക എങ്ങനെയുണ്ട്? ഇരുന്നുറങ്ങുന്ന ബുദ്ധൻ. രണ്ടും കൂടെ 378 rupees ആയിട്ടുണ്ട്. നമ്മൾ കൊടുത്തു. അപ്പോൾ ഞങ്ങൾ തിരിക്കുകയാണ് ഞങ്ങളുടെ റൂമിലേക്ക്. ഇപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും മതിയായി, ടയർഡായി അല്ലേ ഗൈസ്? രണ്ടുപേരും 5-5 ലിറ്ററിൻ്റെ ബോട്ടിൽ വാങ്ങിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കൊക്കോ ഹോസ്റ്റലിൽ എന്തായാലും ചെക്കന്മാരുള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ വീണേനെ ഡാഗിനെ അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. അതിൻ്റെ അടുത്ത് തന്നെ കുറേ ഡ്രസ്സ് കിട്ടും. പച്ച ഡ്രസ്സ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര ഇനി അനക്ക് വരില്ല എൻ്റെ കൂടെ. അനക്ക് വില പൈസ അറിയില്ല ഗൈസ്. പക്ഷെ ഞങ്ങൾ എത്തി ഗൈസ്. താക്കോല് തരികയാണ്. എച്ചും അയ്യുമാണ് ഞങ്ങളുടെ റൂംസ്. ഇതിൻ്റെ ഇപ്പുറം റൂംസ് ഉണ്ട്. തുറക്കാൻ പോവാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. ഓ മൈ ഗോഡ്.